എന്തു പറ്റിയേട്ടാ? അമ്മയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്? അതെ വസുന്ധര, പാവ അമ്മ. നമുക്ക് വേണ്ടി എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും. നമ്മളെ തടയാൻ കഴിയാതെ, ഏട്ടനോട് അഖിലിനോട് പറയാൻ കഴിയാതെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. അച്ഛനും എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. ഈ പ്രായത്തിൽ നമ്മൾ കാരണം അച്ഛനും അമ്മയ്ക്കും വരാൻ പാടില്ലാത്ത വിഷമങ്ങളുണ്ടായി. ഏട്ടനെയും അഖിലിനെയും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അച്ഛനെയും അമ്മയും അവര് നന്നായിട്ട് നോക്കിക്കോളും. എത്ര നന്നായിട്ട് നോക്കിയാലും ഏട്ടന്റെ ഒരു കുറവ് നികത്താൻ കഴിയില്ലല്ലോ. അച്ഛന്റെയും അമ്മയുടെയും കൂടെ നമ്മൾ ആരും ഇല്ലാതിരിക്കുന്നത് ഒരു വലിയ കുറവ് തന്നെയാ. ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോ തീരുമോ എന്തോ. എല്ലാം കാലം തെളിയിക്കും വസുന്ധര. കുട്ടികളെ കാണുമ്പോഴെങ്കിലും അമ്മയ്ക്ക് ആശ്വാസം ഉണ്ടായാൽ എനിക്കത് മതി വസുന്ധര. അമ്മേ, സ്കൂളിൽ പോയായിരുന്നോ? കുട്ടികളെ കണ്ടോ? അമ്മ അവിടെ ആരും കണ്ടില്ലല്ലോ. ആരും കണ്ടില്ല ഭാവനെ. പക്ഷേ കുട്ടികളെ കണ്ടിട്ട് ഒരുപാട് വിഷമം തോന്നി. ജനിച്ചു വീണത് മുതൽ രണ്ടുപേരും ഈ കൈകളിലായിരുന്നു. ഇപ്പോ വെറും ഒരു അന്യ സ്ത്രീയെ പോലെ അവരെ കാണേണ്ടി വന്നു. വിഷമിക്കാതിരിക്കമ്മേ. ഈ കഷ്ടകാലം ഒന്നും നിരന്തരമല്ല. വീണ്ടും എല്ലാവരും ഒരുമിച്ച് കഴിയുന്നൊരു ദിവസം തീർച്ചയായും വന്നിരിക്കും. ആ ദിവസങ്ങൾക്കായി തപസ് ചെയ്യേണ്ടി വരുമോ? പിരിഞ്ഞുപോയ മനസ്സുകൾ എപ്പോ ഒന്നിക്കുമെന്ന് എനിക്കറിയില്ല. ഈശ്വരനുണ്ടമ്മേ. അമ്മയെ പോലുള്ള നല്ലവരെ ഒരുപാട് കഷ്ടപ്പെടുത്തില്ല. പെട്ടെന്ന് തന്നെ അഭിയും വസുവും കുട്ടികളും ഈ വീട്ടിലേക്ക് തിരിച്ചു വരും. അമ്മ ധൈര്യമായിട്ടിരിക്കെ. കുട്ടികളെ കണ്ടതിന് ശേഷം എന്റെ മനസ്സിന് കുറച്ച് ആശ്വാസമായത്. മനസ്സിന്റെ ഭാരം ഒന്ന് കുറഞ്ഞു ഭാവനെ. അമ്മേ, അമ്മ പോയി റെസ്റ്റ് എടുക്ക്. ഞാൻ അമ്മയ്ക്ക് ആഹാരം കൊണ്ടുവരാം. അമ്മ തിരിച്ചു വന്നു. പുറകെ പോയ ആന്റിയെ മാത്രം കാണുന്നില്ലല്ലോ. ഭിക്ഷ എടുക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഞാൻ എന്റെ ആന്റിയെ കാത്തിരിക്കുക. എന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണോ? പോ ഇവിടുന്ന്. എന്താ ദേഷ്യത്തിൽ നോക്കുന്നേ? എന്റെ ആന്റി വന്നാലുണ്ടല്ലോ നിങ്ങളെ ചൂല് കൊണ്ട് അടിക്കും. ആ ആന്റി ഞാൻ തന്നെ അടി. ആന്റി, എന്ത് വേഷമായത്? ഇത് വേഷമൊന്നല്ല. നിന്റെ അമ്മായി ഞാൻ ഫോളോ ചെയ്തില്ലേ? ആ പാവത്തിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണ് ഇത്. ശിക്ഷയോ? നീ ചിരി അടക്കി പിടിക്കല്ലേ? എനിക്ക് ഇങ്ങനെ സംഭവിച്ചു ഓർത്ത് നീ ചിരിക്കല്ലേടി? നിനക്കും ഇങ്ങനെയൊക്കെ വരൂടി. അപ്പൊ നീ മനസ്സിലാക്കും. ആലോചിക്കുമ്പോ തന്നെ പേടിയാകുന്നു ആന്റി. ആന്റിക്ക് ഇങ്ങനെ സംഭവിച്ചതിന് സോറി. ഇറ്റ്സ് ഓക്കെ, വിട്ടേക്ക്. അപ്പോ അമ്മ കുട്ടികളെ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് പോയതാണല്ലേ? ഇന്ന് കുട്ടികളെ കാണാൻ സ്കൂളിലേക്ക് പോയി. നാളെ അഭിനയം വസുവിനെ കാണാൻ അവരുടെ വീട്ടിലേക്ക് പോകും. ഇക്കാര്യം നീ അത്ര ചെറുതായിട്ട് കാണണ്ട. ഞാൻ എന്താ ചെയ്യണ്ട ആന്റി? എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ അമ്മായിയെ നിന്റെ സൈഡിലേക്കാക്ക്. അഭിയും വസുവിനെയും എഴുത്തി മറക്കണം. അതിന് വേഗം തന്നെ നീ കുഞ്ഞിനെ പ്രസവിക്കണം. അപ്പൊ നിന്റെ കുട്ടികളോട് നിന്റെ അമ്മായിക്ക് സ്നേഹം കൂടി അഭിയുടെ കുട്ടികളെ മറന്നുപോകും. അഭിനെ വസുവിനെ പോലും മറന്നുപോകടി.
നിങ്ങൾ കരി തേച്ചിട്ട് വന്നതുപോലെ ഇതൊക്കെ ഈസി ആണെന്നാണോ വിചാരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നിന്റെ ഗതി എന്നെ പോലെ ആകും. എനിക്കൊരു നഷ്ടവും വരില്ല. ആ ചെന്ന് മുഖം കഴുകുമ്പോ ഈ കാര്യമൊക്കെ അങ്ങ് പോയിക്കോളും. ഏത് നശിച്ച മുഹൂർത്തത്തിലാണോ അയാൾ ഇവരെയും കെട്ടി ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയത്, അന്ന് തുടങ്ങിയതാ ഈ വീടിന്റെ കഷ്ടകാലം. എന്റെ അച്ഛൻ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഈ സംസ്കൃതി ഇവൻ ഇയാൾ സ്വന്തമാക്കി. ഏകാധിപതിയെ പോലെ അഹങ്കരിക്കായിരുന്നു. സർവ അധികാരിയായിട്ട് മാറി ഞങ്ങൾ രണ്ടുപേരുടെയും ജീവൻ നശിപ്പിച്ചു കളഞ്ഞു. ഈ വീട്, സ്വത്ത്, പിന്നെ സംസ്കൃതി, ഇവന്റ്സ് ഒന്നും ഇയാളുടെ സ്വന്തമല്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് നിങ്ങളുടെ മക്കൾ, അല്ലാതെ ഇവനല്ല. വീട് വിട്ട് വെളിയിറങ്ങാൻ പറയുവനോട്. ക്ഷമയും വിട്ടുവീഴ്ചയും മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. പക്ഷേ അതിന് രണ്ടിനും പരിമിതികളുണ്ട്. സ്നേഹത്തിന് മാത്രം ഒരിക്കലും പരിമിതികളുമില്ല, ശത്രുക്കളുമില്ല എന്നാണ് മുതിർന്നവർ പറഞ്ഞിട്ടുള്ളത്. അച്ഛാ, ഈ പോയമിന്റെ മീനിങ് എന്താ? പറയച്ചാ. അത് ഏട്ടൻ എവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കാം. ശരി. അത് നിങ്ങൾ നമസ്കാരം മാഡം, എന്റെ പേര് ശ്രീനിവാസൻ. അഭിരാം സാറുണ്ടോ? ഇവിടെയുണ്ട്, അകത്തേക്ക് വരൂ. ഒരു മിനിറ്റ് മക്കളെ. വരൂ. അതെ ഏട്ടാ. ശ്രീനിവാസൻ സാർ, സാറെന്താ ഇവിടെ? സാറെന്താ ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്നേ? കണ്ടിട്ട് വിഷമം തോന്നുന്നു. ഇതാ വെള്ളം കുടിച്ചോളൂ. സോറി സാർ, ഫോൺ ചെയ്യാതെ ഞാൻ വന്നു. ഇറ്റ്സ് ഓക്കെ. ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ഈവന്റ് ഉണ്ട്, അത് സാറ് ചെയ്യണം. ഈവന്റോ? സോറി, ഇപ്പൊ എന്റെ കയ്യില് മാൻ പവർ ഇല്ല. അറിയാം സാർ, ഞാൻ സാറിന്റെ കരുതിയാ വന്നേ. സംസ്കൃതി ഈവന്റ്സിന് വേണ്ടി വന്നതല്ല. ശ്രീനിവാസ സാർ, എന്റെ ഏട്ടനും അഖിലും ഈവന്റ് നന്നായിട്ട് ചെയ്യും. അവര് നന്നായിട്ട് ചെയ്യില്ലെന്നല്ല, സാറാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട്. ഇല്ല സാർ, എന്റെ കയ്യിലാണെങ്കിൽ സ്റ്റാഫുകളില്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് ടൈമും വളരെ കുറവാണ്. താങ്കളൊരു വലിയ ആളല്ലേ, എനിക്ക് സാറിന് നന്നായിട്ട് അറിയാം. സാറ് മനസ്സ് വെച്ചാൽ നന്നായിട്ട് ചെയ്യാൻ കഴിയും. ഈ അഡ്വാൻസ് വാങ്ങി ഞങ്ങളുടെ ഈവന്റ് ചെയ്യൂ പ്ലീസ്. സാറ് തന്നെ ഈ ഇവന്റ് ചെയ്യണം, മറുത്തൊന്നും പറയരുത്. അതല്ല ശ്രീനിവാസ സാർ. താങ്ക് യു സർ. താങ്ക് യു മാഡം.
താൻ ചെയ്തത് എന്താണെന്ന് ഞാൻ തന്നെ തന്നോട് പറയണോ? ഈ വീട്ടിലെ ഹോം മിനിസ്റ്ററും താനാണ്, ഫൈനാൻസ് മിനിസ്റ്ററും താനാണ്. വസുന്ധര, ഇതാ വാങ്ങിച്ചോളൂ. ആദ്യം ഹൗസ് ഓണറിന് പണം കൊടുത്തിട്ട് ഇനി ഒരു കാര്യം കൂടി ഏട്ടൻ ചെയ്യണം. അതിനുശേഷം വീടിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. നാളെ സൺഡേ അല്ലേ അമ്മേ? ഞങ്ങളെ പാർക്കിലും സിനിമയ്ക്കും കൊണ്ടുപോകണം. അതെ, റെസ്റ്റോറന്റിൽ പോയി ഡിന്നർ കഴിക്കണം, പിന്നെ ഐസ്ക്രീമും കഴിക്കണം. ശരി. വേണ്ട അനു, നമുക്ക് വീടിനകത്ത് തന്നെ ഇരുന്ന് കളിക്കാം. പുറത്തു പോയി എൻജോയ് ചെയ്യാൻ മാത്രം കാശൊന്നും ഇപ്പൊ നമ്മുടെ കയ്യിലില്ലല്ലോ. ഉണ്ണി, ആരാ പറഞ്ഞത്? നമ്മുടെ കയ്യില് ഒരുപാട് കാശുണ്ട്. നാളെ സൺഡേ നമുക്ക് ഫുൾ ഡേ ജോളി ഡേ ഹാപ്പി ഡേ. ഓക്കെ? ഹലോ ഫൈനാൻസ് മിനിസ്റ്റർ മാഡം, ഞങ്ങൾക്ക് സൺഡേ ബഡ്ജറ്റ് തരുമല്ലോ അല്ലേ? CM തന്നെ സാങ്ഷൻ കൊടുത്ത ശേഷം പിന്നെ ഞാൻ എന്ത് പറയാനാ? എല്ലാം ഏട്ടന്റെ ഇഷ്ടം. ആദ്യം ഏട്ടന്റെ മോതിരം തിരിച്ചെടുക്കണം, അതിനുശേഷം മതി മറ്റെന്തും. കുട്ടികളെ, ആർ യു ഹാപ്പി? വളരെ ഹാപ്പി. താങ്ക് യു. നിന്റെ അമ്മായി അബീനെ വസുവിനെ ഓർത്തിരിക്കാന്ന് എനിക്ക് തോന്നുന്നേ. ചെന്ന് എന്ത് വേണമെന്ന് ചോദിച്ച് അമ്മായി പറയുന്നതൊക്കെ ചെയ്തു കൊടുത്ത് നിന്റെ അമ്മായി നിന്റെ വശത്താക്കാൻ നോക്കണേ. നിന്റെ അമ്മായി നിന്നെ കുറിച്ച് മാത്രമേ ആലോചിക്കാൻ പാടുള്ളൂ. ഐഡിയ തന്നല്ലോ, ഇതെങ്ങനെയാ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? ആ ചെല് ചെല്, വേഗം ചെല്. അമ്മേ, അമ്മയ്ക്കിപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടോ? വേണ്ട. എന്താണെങ്കിലും പറഞ്ഞോളൂ അമ്മേ. എന്ത് വേണമെങ്കിലും അമ്മയ്ക്ക് ഞാൻ ചെയ്തു തരാം. ഗർഭിണിയാ നീ ഇപ്പോ. എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്തു തരേണ്ട ആവശ്യമില്ല. വേറൊന്നും വേണ്ട. നീ നിന്റെ ആരോഗ്യം നല്ലതുപോലെ സൂക്ഷിച്ചാ മതി. എനിക്ക് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെക്കാളും എന്റെ കൺമുമ്പിൽ ഇരിക്കുന്ന അമ്മയുടെ കാര്യോ പ്രധാനം. അമ്മായി ആയാലും അമ്മയായാലും അമ്പലത്തിലെ ഭഗവതി ആയാലും എനിക്കെല്ലാം ഈ അമ്മ തന്നെയാണ്. എന്താ ഇത്? എല്ലാം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഓവർ ആക്ട് കാണിക്കുക. എന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്റെ കടമയാണ്. എന്ത് വേണമെന്ന് പറഞ്ഞോളൂ അമ്മേ. കോഫി വേണോ, ടീ വേണോ, അതോ കഴിക്കാൻ എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മയ്ക്ക് എന്ത് വേണമെന്ന് പറഞ്ഞേ പറ്റൂ. എന്നാണ് സത്യം. ഇതുപോലെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാ സത്യം ചെയ്യുന്നേ? ശരി, എനിക്ക് തല നന്നായി വേദനിക്കുന്നുണ്ട്. ഒരു മസാല ടീ ഇട്ടുകൊണ്ട് വന്നാ മതി. ശരി അമ്മേ, ഇപ്പൊ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരാം. അമ്മ എനിക്കൊരു ഓർഡർ തന്നു ആന്റി, ഒരു മസാല ടീ വേണോന്ന്. അതിന് മസാല ടീ ഉണ്ടാക്കാൻ നിനക്ക് അറിയൂടി? എനിക്ക് അറിയില്ല ആന്റി. അതുകൊണ്ടാ ചെന്ന് നിന്റെ അമ്മായിയുടെ കയ്യും കാലും പിടിച്ച് കൈമണി അടിക്കാൻ പറഞ്ഞപ്പോ നിനക്കറിയാത്ത മസാല ടീ ഉണ്ടാക്കാന്ന് എന്തിനാടി ഏറ്റെടുത്തത്? അറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇപ്പൊ മസാല ടീ എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞ? അതിന് നിന്റെ ബുദ്ധി ഒരുപാട് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ലടി. അത് വളരെ സിമ്പിളാ. ഇപ്പൊ കോഫി ആണെങ്കിൽ പാലിലേക്ക് കാപ്പിപ്പൊടി ഇടും, ചായ ആണെങ്കിൽ ചായപ്പൊടി ഇടും. അതുപോലെ മസാല ടീ ആണെങ്കിൽ മസാല ഇട്ടാ മതി, അത്രേ ഉള്ളൂ.
ഇപ്പൊ മനസ്സിലായി ആന്റി, പാലില് മസാല ഇടണം, അത്രയല്ലേ ഉള്ളൂ. ചായ ഇടാന്ന് പറഞ്ഞാ ഇത്രേ ഉള്ളൂടി. ചെല്ലേ, നിന്റെ അമ്മായിക്ക് മാത്രല്ല എല്ലാവർക്കും മസാല ടീ ഉണ്ടാക്കി കൊണ്ടുപോവാ. ചെല്ലു ചെല്ലു ചെല്ലു. ശരി ആന്റി. അമ്മേ, ഭക്ഷണം എടുത്തോണ്ട് വരട്ടെ? അതൊന്നും വേണ്ട ഭാവനെ. വല്ലാത്ത തലവേദന. ടീ മാത്രം കുടിച്ചാ മതി. ശരി അമ്മേ, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. കാർത്തിക മസാല ടീ ഇട്ടുകൊണ്ടുവരാൻ വേണ്ടി പോയതാ. കാർത്തിക മസാല ടീ ഉണ്ടാക്കാനോ? ഏട്ടാ ഏട്ടാ, എന്താടാകില്ലേ? ഇന്നലെ ഈവന്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ക്ലയന്റ് വന്നില്ലേ? അവരോട് സംസാരിക്കണം. നമുക്ക് ഓഫീസിലേക്ക് പോവാം. കുറച്ച് ശബ്ദം ഉയർത്തി പറയടാ. അബിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത് ക്ലയൻസ് ആരും വരില്ലെന്നും നമ്മളെ കൊണ്ട് ഈവൻസ് ചെയ്യാൻ പറ്റില്ലെന്നും അമ്മയോ അച്ഛനും നിന്റെ ഏട്ടത്തെയോ ഒക്കെ പറഞ്ഞു നടക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് അവർ കേൾക്കുന്ന രീതിയിൽ പറ. ഞങ്ങൾക്കൊരു പുതിയ ഈവന്റ് കിട്ടിയ ഏട്ടത്തി, അത് ചെയ്യാൻ പോവാണ്. അയാളെക്കാളും നന്നായി ഞങ്ങൾ ചെയ്യും. അത് വേണോടാ. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തെളിയിക്കണ്ടേ? ചിലരുടെയൊക്കെ കണ്ണ് നമ്മൾ തുറപ്പിക്കണം. അത് തന്നെ ഇളയമ്മ ഞങ്ങൾ ചെയ്യാൻ പോകുന്നേ. ഞങ്ങളുടെ പേരെ ഈ ലോകം മുഴുവൻ അറിയാൻ പോവാ. ഡാഗിലെ, നീ ഓഫീസിലേക്ക് പോ. ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാം. ഓക്കെ ഏട്ടാ. അഖിലേട്ടാ, ഒന്ന് നിന്ന്. ടീ കുടിച്ചിട്ട് പോവേട്ടാ. നീ ടീ ഉണ്ടാക്കിയോ? അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ മസാല ടീ ഉണ്ടാക്കിയതാ. എടുക്കങ്ങോട്ട്. എല്ലാവരും ടേസ്റ്റ് നോക്കിക്കേ. എടുത്തോളൂ. ഭാസ്കരേട്ടാ, ഈ ചായ എടുക്ക്. എടുത്തി മസാല ടീ. അമ്മേ, ഇത് മസാല ടീ എടുത്തോളൂ. കുടിച്ചോളൂ, നല്ല മസാല ടീയാ. എന്തു പറ്റി? ഇതിലെന്താണ് ഇട്ടോണ്ട് വന്നേ? മസാല ടീ അല്ലേ, അതുകൊണ്ട് മസാല എല്ലാം ചേർത്തു. മസാലയോ? മസാല എന്ന് പറയുമ്പോ? അതെ ഭാസ്കരേട്ടാ, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, പട്ട, ഗ്രാമ്പൂ, ജാതിക്ക, ബിരിയാണി ഇല. മസാല ടീ എന്ന് പറഞ്ഞ ഇതൊക്കെ ഇടേണ്ടതെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? മസാല ടീ എന്ന് പറയുമ്പോ പാചകത്തിന് ഉപയോഗിക്കുന്ന മസാലയല്ല ഇടേണ്ടത് കാർത്തികേ. ഞങ്ങൾക്ക് എന്തായാലും തന്നു, നീ കുടിക്കാൻ നിൽക്കണ്ട, നിന്റെ വയറ് കേടാകും. വേണ്ടെന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ. ആവശ്യമില്ലാതെ എന്റെ തലവേദന കൂട്ടി. നിനക്ക് പറ്റാത്ത കാര്യം ചെയ്യല്ലേ പ്ലീസ്. അടുക്കള കാര്യമൊക്കെ എടുത്ത് നോക്കിക്കോളും.
നീ കണ്ടറിഞ്ഞ് നിന്നാ മതി. ഞാൻ പോവേട്ടാ, പെട്ടെന്ന് അങ്ങോട്ട് എത്തണം. ശരിടാ. അമ്മയെ സോപ്പിടണോന്ന് എന്നോട് പറഞ്ഞിട്ട് എന്നെ മോശക്കാരിയാക്കി. നിങ്ങളെ ഞാൻ കൊന്നു കളയും. വേണ്ട വേണ്ട മോളെ വേണ്ട. മസാല ടീ എന്ന് പറഞ്ഞപ്പോ ആ മസാല എന്നാ ഞാൻ കരുതി. ഇനി മേലിൽ ഇങ്ങനെയുള്ള ഐഡിയാസ് ഒന്നും തരല്ലേ. ഉറപ്പായിട്ടും നിങ്ങൾ ഞാൻ കത്തി കൊണ്ട് കുത്തിക്കൊല്ലും. വേണ്ട വേണ്ട, എന്നെ കൊല്ലരുത് മോളെ, എന്നെ വിട്ടേക്കണേ.